തെരഞ്ഞെടുപ്പിന് മുൻപ് രാഹുൽ ഗാന്ധിക്ക് ഒരു പേരുണ്ടായിരുന്നു. ബി.ജെ.പി ഉറക്കെ വിളിച്ചു പറഞ്ഞു നടന്ന പേര്. പ്രത്യേകിച്ച് മോദി ഏറ്റവും അധികം ഉപയോഗിച്ച പേര്. അതെ, പപ്പു എന്നതായിരുന്നു ആ പേര്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആ പേര് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാനേ ഇല്ല. അവരാ പേര് മറന്നു എന്നല്ല, പകരം ആ പേര് വിളിക്കാൻ ഇന്നവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒരിക്കൽ സ്മൃതി ഇറാനി അത് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തതാണ്. ഇന്നലെ വരെ കണ്ട രാഹുലല്ല, പകരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ എന്തിനും പോന്ന ഒരു നേതാവായി രാഹുൽ മാറിയിരിക്കുന്നു എന്ന വാസ്തവം സ്മൃതി ഇറാനി അടക്കം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അത് മാത്രവുമല്ല, അമുൽ ബേബി എന്ന് വിളിച്ചും പാടിയും കളിയാക്കിയും നടന്നവർക്ക് മുന്നിലൂടെ മോദിക്ക് തൊട്ടു മുന്നിൽ പാർലമെന്റിൽ ഇരിക്കാൻ പാകത്തിന് രാഹുൽ വളർന്നു കഴിഞ്ഞു. 100 അക്കം കോൺഗ്രസ് അക്കൗണ്ടിൽ നിറച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായി രാഹുൽ വളർന്നത് ഇതേ മോദിക്കും ബി.ജെ.പിക്കും മുന്നിലൂടെയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ അവർ ഭയക്കാതിരിക്കും? 2019 വെറും 50-ൽ താഴെ മാത്രം സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങേണ്ടി വന്നപ്പോൾ പ്രതിപക്ഷം പോലുമില്ലാതെ ബി.ജെ.പി പാർലമെന്റിൽ താണ്ഡവമാടുകയാണുണ്ടായത്. അന്നവർ അമുൽ ബേബി, പപ്പു എന്നൊക്കെ വിളിച്ച് രാഹുലിനെ കളിയാക്കുക മാത്രമല്ല, ഒന്നിനും കൊള്ളാത്ത നേതാവാക്കി MP-യാക്കി മാറ്റാനായി 100 ദിവസത്തിനു മുകളിൽ രാഹുലിനെ പാർലമെന്റിൽ നിന്ന് പുറത്തു നിർത്തുകയും ചെയ്തു. ഒടുക്കം വയനാടിന് ഒരു MP ഇല്ലാതെ വരുമെന്നുള്ള അവസ്ഥയിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരെ നീങ്ങുന്ന തരത്തിലായി കാര്യങ്ങൾ. എന്നാൽ അവിടം തൊട്ടൊക്കെ രാഹുൽ ഉത്തമനായ ഒരു രാഷ്ട്രീയ നേതാവായി ഉരുത്തിരിഞ്ഞു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തന്റെ ആശയങ്ങളെ എങ്ങനെയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാതെ മൂടിക്കെട്ടാൻ ശ്രമിച്ചുവോ അങ്ങനെയൊക്കെ ബി.ജെ.പി ചെയ്തു. അവിടെയാണ് ജനങ്ങൾക്ക് നടുവിലൂടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. പിന്നീട് നടന്നത് ചരിത്രം. 400 സീറ്റും പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും തികയ്ക്കാനാവാതെ സഖ്യകക്ഷികളുടെ കാല് പിടിച്ച് പാർലമെന്റിനകത്തേക്ക് കയറേണ്ടി വന്നു. ഒന്നുമല്ലാതിരുന്നിടത്ത് നിന്ന് ഇവിടം വരെ കാര്യങ്ങൾ എത്തിയതിൽ മുഖ്യ പങ്ക് രാഹുലിന് തന്നെയാണ്. അതുകൊണ്ട് കൂടിയാവണം മോദി അടങ്ങുന്ന ബി.ജെ.പി ഇപ്പോൾ രാഹുൽ എന്ന പേരിനപ്പുറത്ത് മറ്റൊരു പേരും വിളിക്കാതിരിക്കുന്നത്. ഈ കാര്യം എടുത്തു പറയുകയാണ് കോൺഗ്രസ് ഓവർസീസ് അധ്യക്ഷൻ സാം പിട്രോഡ. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ